ഹായ് ഫ്രണ്ട്സ്, ജാസിറോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 4ാമത്തെ എപ്പിസോഡാണ്. നിങ്ങളിത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് 4ാമത്തെ എപ്പിസോഡിലെ പാർട്ട് 3 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്, PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 1ാമത്തെ ചോദ്യം, നേപ്പാളിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസിഡർ ആര്? ഓപ്ഷൻ സി വിനയ് മോഹൻ ഗോത്ര. 2ാമത്തെ ചോദ്യം, വേൾഡ് ഗെയിംസ് അത്ലറ്റിക് ഓഫ് ഇയർ 2019 ആരാണ്? ഓപ്ഷൻ ബി റാണി രാംപാൽ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, 2020-21 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ നിർമ്മല സീതാരാമൻ ആണ് ഉത്തരം. 13ാമത് ഇൻ്റർനാഷണൽ ചിൽഡ്രൻ ഫിലിം സിറ്റ് ഫെസ്റ്റിവൽ 2021 വേദി എവിടെയാണ്? ഓപ്ഷൻ ഡി ബംഗ്ലാദേശാണ് ഉത്തരം വരിക. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, 2020 ജനുവരിയിൽ മീറ്റിംഗ് ഓഫ് ഇന്ത്യൻ നാഷണൽ കമ്മീഷൻ ഫോർ കോർപ്പറേഷൻ വിത്ത് യുനെസ്കോക്ക് വേദിയായത്? ഓപ്ഷൻ എ ന്യൂഡൽഹിയാണ് ആൻസർ. അടുത്ത ചോദ്യം, കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ഫിലിപ്പീൻസ് ആണ് ആൻസർ. അടുത്ത ചോദ്യം, 36ാമത് ദേശീയ ഗെയിംസ് 2020 ഭാഗ്യചിഹ്നം റൂബി കുളയാണ് ആൻസർ. അടുത്തത് ചോദ്യം, കാനഡയിലേക്കുള്ള പുതിയ ഇന്ത്യൻ കമ്മീഷണർ ആരാണ്? കാനഡയിലേക്കുള്ള പുതിയ ഇന്ത്യൻ കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ ഡി അജയ് ബിസാരിയ. 9ാമത്തെ ചോദ്യം, 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? ഓപ്ഷൻ ബി സൗരവ് ഗാംഗുലി. 10ാമത്തെ ചോദ്യം, സമുദ്രം തുഴഞ്ഞു കടന്ന ആദ്യ ബധിര? ഓപ്ഷൻ ഡി MO ഓബ്രൈൻ. 11ാമത്തെ ചോദ്യം, പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് നിയമിതയായത്? ഓപ്ഷൻ സി ദീപ മാലിക്. 2020 ഫെബ്രുവരിയിൽ ഇൻഡിഗോ എയർലൈൻസുമായി ചേർന്ന് ക്യാച്ചിങ് ക്രെഡിറ്റ് പൂർത്തിയാക്കിയ ബാങ്ക് ഏതാണ്? HDFC ബാങ്കാണ് ആൻസർ. 13ാമത്തെ ചോദ്യം, 2020 WPCക്ക് വേദിയായത്? ഓപ്ഷൻ ബി ബാംഗ്ലൂരു ആണ്. അടുത്ത ചോദ്യം, 2020 ഫെബ്രുവരിയിൽ ICCയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ടെസ്റ്റ് റാങ്കിങ്ങിൽ 1ാമതെത്തിയ താരം? ഓപ്ഷൻ എ സ്റ്റീവ് സ്മിത്ത് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും അധികം ഭാഷകളിൽ ചിത്രസംയോജനം നടത്തിയതിന് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വ്യക്തി? ഓപ്ഷൻ സി ശ്രീകർ പ്രസാദ്. 16ാമത്തെ ചോദ്യം, ട്രാവൽ ടെസ്റ്റായ ട്രിപ്പ് അഡ്വൈസർ 2020 ലോകത്തിലെ ഏറ്റവും മികച്ച ട്രെൻഡിങ് വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുത്തത് കൊച്ചിയാണ്. 17ാമത്തെ ചോദ്യം, ദേശീയ തലത്തിൽ പ്രോട്ടീൻ ഡേ ആചരിച്ചത്? 2020 ഫെബ്രുവരി 27 ആണ് ആൻസർ. നോർത്ത് ഈസ്റ്റ് സ്യൂസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് കോൺക്ലേവ് 2020 വേദി എവിടെ? ഓപ്ഷൻ ബി ഗുവാഹത്തിയാണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാമത്സ്യം കണ്ടെത്തിയ സംസ്ഥാനം? ഓപ്ഷൻ എ മേഘാലയ. ഇന്ത്യയിൽ ആദ്യമായി യൂണിഫൈഡ് വെഹിക്കിൾ രജിസ്ട്രേഷൻ കാർഡ് ആരംഭിച്ച സംസ്ഥാനം? ഓപ്ഷൻ സി മധ്യപ്രദേശ് ആണ്. അടുത്ത ചോദ്യം, പ്രഥമ മേഖല ഇന്ത്യ വിൻ്റർ ഗെയിംസിന് വേദി? അടുത്ത പ്രഥമ മേഖല ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദി ലേയാണ്. ലേ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള പ്രദേശമാണ് ലേ.
അടുത്ത ചോദ്യം 22ാമത്തെ ചോദ്യം. എക്കണോമിക് ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ WEFFI 2019 ഇന്ത്യയുടെ സ്ഥാനം. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 35ാമത്തേതാണ്. അടുത്തൊരു ചോദ്യം. ഇന്ത്യയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ജെട്ടി നിലവിൽ വന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ജെട്ടി നിലവിൽ വന്ന സംസ്ഥാനം. ഇത് PSC സ്ഥിരമായി ചോദിക്കുന്നൊരു ചോദ്യം തന്നെയാണ്. PSC RRB എന്നീ എക്സാമുകളിൽ ചോദിക്കാറുണ്ട്. ഉത്തരം വരുന്നത് ഗോവയാണ്. അടുത്ത ചോദ്യം. US ഇന്ത്യ ബിസിനസ് കൗൺസിലിൻ്റെ ചെയർ ഓഫ് ഗ്ലോബൽ ബോർഡ് ആയി നിയമിതനായത്. വിജയ് അദ്വാനിയാണ് ഉത്തരം. ലണ്ടൻ വേൾഡ് ബുക്ക് റെക്കോർഡിൻ്റെ WR ഗോൾഡൻ ഇറ ഓഫ് ബോളിവുഡ് ബഹുമതിക്ക് അർഹനായ വ്യക്തി. മനോജ് കുമാർ. അടുത്ത ചോദ്യം. 2020 ഫെബ്രുവരിയിൽ സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ നടന്ന ഇൻ്റർനാഷണൽ ജുഡീഷ്യൽ കോൺഫറൻസിന് വേദി ഡൽഹിയാണ്. അടുത്ത ചോദ്യം. റൺ ഓഫ് ഇന്ത്യ ടീ ഇവൻ്റ് ആരംഭിച്ച സംസ്ഥാനം. ത്രിപുര. ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനാകുന്നത് ആരാണ്? സഞ്ജയ് കോത്താരി. ഇന്ത്യയിലെ പുതിയ മാനവ വിവരാവകാശ കമ്മീഷണറായി നിയമിതനാകുന്നത് ആര്? ബിമൽ ജുൽക്ക. സ്പോർട്സ് പേഴ്സൺ ഓഫ് ദ ഇയർ ആര്? ഫീമെയിലാണ്, PV സിന്ധു. 2019 ഏജൻസ് ഫ്രാൻസ് പ്രസ് കാറ്റ് വെബ് പ്രൈസ് നേടിയ ഇന്ത്യൻ വ്യക്തി. അഹ്മർ ഖാൻ. AFC വുമൺസ് ഏഷ്യൻ കപ്പ് 2020 വേദിയായത് ഇന്ത്യയാണ്. 33ാമത്തെ ചോദ്യം. ഓർമ്മപ്പടികൾ എന്ന ആത്മകഥയുടെ രചയിതാവ് ആര്? ഉത്തരം MA ഉമ്മൻ. 2020 ഫെബ്രുവരിയിൽ അമേരിക്കയിലെ അപ്പീൽ കോടതിയുടെ ചീഫ് ജഡ്ജി ആയി നിയമിതനായ ഇന്ത്യക്കാരനായ അമേരിക്കൻ പൗരൻ ശ്രീനിവാസൻ ആണ്. അഫ്ഗാനിസ്ഥാനിലെ പ്രസിഡൻ്റായി വീണ്ടും നിയമിതനായത് ആര്? അഷ്റഫ് ഗാനി. ഇന്ത്യയിലെ ആദ്യ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഫ്രീ വിമാനത്താവളം. ഓപ്ഷൻ A ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ന്യൂക്ലിയർ പവർ പ്ലാന്റ് നിലവിൽ വന്ന ആദ്യ ഗൾഫ് രാജ്യം. ന്യൂക്ലിയർ പവർ പ്ലാന്റ് നിലവിൽ വന്ന ആദ്യ ഗൾഫ് രാജ്യം UAE ആണ് ഉത്തരം. അടുത്ത ചോദ്യം. 2021 ജൂനിയർ വനിതാ ഹോക്കി ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം. ഉത്തരം ദക്ഷിണാഫ്രിക്ക. സ്പോർട്ടിംഗ് മൊമെൻ്റ് ഓഫ് ദ ഇയർ ആര്? സച്ചിൻ തെണ്ടുൽക്കർ. 2020 ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യം. യുണൈറ്റഡ് ബൈ ഇമോഷൻ എന്നാണ് മുദ്രാവാക്യം. അടുത്ത ചോദ്യം. ചാങ്ക്യാനീതി എന്ന് പറയുന്നത് വേഴ്സ് ഓഫ് ദ ലൈഫ് ആൻഡ് ലിവിങ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ചാങ്ക്യാനീതി വേഴ്സ് ഓൺ ലൈഫ് ആൻഡ് ലിവിങ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് AND ഹസ്കാർ. ഉത്തരം AND ഹസ്കാർ ആണ്. അടുത്ത ചോദ്യം. എയർ ഇന്ത്യയുടെ പുതിയ തലവനാര്? രാജീവ് ബൻസാൽ. ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ഋഷി സുനാക്. ദ തിൻ മൈൻഡ് മാപ്പ് ബുക്ക് ദ ഇൻട്രഡക്ഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ധർമ്മേന്ദ്ര റായ്. എ ചൈൽഡ് ഓഫ് ഡെൻസിറ്റി എന്ന ആത്മകഥയുടെ രചയിതാവ് K. രാമകൃഷ്ണ റാവു. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. ചരിത്രത്തിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ത്രിപുര. ഭൂഗർഭജല നിരപ്പ് പദ്ധതി ലക്ഷ്യമാക്കി വാട്ടർ ഗ്രൗണ്ട് ആക്ട് 2020 പാസ്സാക്കിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഓപ്ഷൻ C ഉത്തർപ്രദേശാണ് ഉത്തരം. അടുത്തൊരു ചോദ്യം. 2020 ലോക റേഡിയോ ദിനത്തിൻ്റെ ഫെബ്രുവരി 13 പ്രമേയം. 2020 ലോക റേഡിയോ ദിനത്തിൻ്റെ ഫെബ്രുവരി 13 പ്രമേയമാണ് ചോദിച്ചത്. ഉത്തരം റേഡിയോ ആൻഡ് ഡൈവേഴ്സിറ്റി. ഓപ്ഷൻ A റേഡിയോ ആൻഡ് ഡൈവേഴ്സിറ്റി ആണ് ഉത്തരം. അടുത്ത ചോദ്യം അവസാനത്തെ ചോദ്യമാണ്. UAEയുടെ ഡയറക്ടർ ഓഫ് ക്രിക്കറ്റായി നിയമിതനായ മുൻ ഇന്ത്യൻ താരം. 9ാമത്തെ ചോദ്യം. UAEയുടെ ഡയറക്ടർ ഓഫ് ക്രിക്കറ്റ് ആയി നിയമിതനായ മുൻ ഇന്ത്യൻ താരം റോബിൻ സിംഗ് ആണ് ഉത്തരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ
പ്രീവിയസ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എക്സാമിന് പ്രിപ്പയർ ആവുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.